ഇത് വിടുന്നതിന് വേണ്ടി വിദേശത്തേക്ക് യാത്ര തിരിച്ച സഹോദരനാ, തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അബുദാബിയുടെ മണ്ണിലേക്ക് യാത്ര പോയ സഹോദരനാ, നല്ലൊരു വീട് വെക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി യാത്ര തിരിച്ച സഹോദരനാ, എന്റെ പ്രിയപ്പെട്ടവരെ നല്ലൊരു ജോലി കിട്ടി. ആ പ്രിയപ്പെട്ട റിയാസ് എന്ന് പറയുന്ന 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ കഷ്ടപ്പെട്ട് ജോലിയെടുത്തിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ പണിയെടുത്തിട്ട് തന്റെ പ്രിയപ്പെട്ട 2 സഹോദരിമാരെ വിവാഹം ചെയ്തു വിട്ടു. നല്ലൊരു ജീവിതം അവർക്ക് ആ ചെറുപ്പക്കാരൻ കൊടുത്തു. അതുപോലെ തന്നെ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നല്ലൊരു വീട് വെച്ച്, പക്ഷേ ആ വീടിന്റെ പണി ഇവിടെ നിന്ന് പൂർത്തിയായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, വീടിന്റെ പണി ഇവിടെ നിന്ന് പൂർത്തിയായിരുന്നില്ല. അവസാനം തന്നെ പ്രിയപ്പെട്ട പിതാവിനെ വിളിക്കുമ്പോ ചെറുപ്പക്കാരൻ, ഈ 25 വയസ്സുകാരനായ റിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്താ പറഞ്ഞതെന്നറിയോ? ഇത് ഞാൻ നാട്ടിലേക്ക് എന്നാ കടന്നു വരുന്നതെന്നറിയോ? പലകുറ്റി എന്ന് പറയുന്ന എന്റെ ജന്മസ്ഥലത്തേക്ക്, എന്റെ നാട്ടിലേക്ക് ഞാൻ എന്നാണ് കടന്നു വരുന്നതെന്നറിയോ? എന്റെ വീടിന്റെ പണി എന്ന് തീരുന്നു, അന്നല്ലാതെ ഞാൻ വരുന്നതല്ല എന്ന് തന്റെ പിതാവിനോട് അവസാനമായിട്ട് പറഞ്ഞു പോയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അബുദാബിയിൽ വെച്ച് ഒരു അപകടത്തിൽ പെട്ടുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാ. 17 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ പ്രിയപ്പെട്ട 25 വയസ്സുകാരനായ സഹോദരന്റെ ജനാസയെ ആ പനകുറ്റി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നതെങ്കിൽ, ഈ 17 ദിവസത്തിനിടയിൽ ഒരുപാട് ഉസ്താദുമാർ ആ വീട്ടിലേക്ക് കടന്നു ചെന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരന് വേണ്ടി ഒരുപാട് ഉസ്താദുമാർ ദുആ ചെയ്തു, ഒരുപാട് പള്ളികളിൽ ദുആ ചെയ്തു. ഞാനും എന്റെ പ്രിയപ്പെട്ട പള്ളിയിലെ പ്രവർത്തകരും കമ്മിറ്റിക്കാരും പരിപാലകരും കൂടെ ആ വീട്ടിലേക്ക് മാതാപിതാക്കളെ സമാധാനപ്പെടുത്തുന്നതിന് വേണ്ടി, ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി, എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ദുആ ചെയ്യുന്നതിന് വേണ്ടി കടന്നുപോയതാ. ആ സമയത്ത് ആ പ്രിയപ്പെട്ട പിതാവിനെ അവിടെ നിന്ന് സമാധാനപ്പെടുത്തുമ്പോ ആ പിതാവ് അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയോ? എങ്കിലും ഉസ്താദേ, അല്ലാഹു വല്ലാത്ത പരീക്ഷണമല്ലേ നമുക്ക് തന്നത്. എനിക്ക് ആകെയുള്ള ഒരു പൊന്നുമോനാ, എനിക്ക് ആകെയുള്ള ഒരു പൊന്നുമോനാ. ആ മോനെ അല്ലാഹുവിലേക്ക് മടക്കി വിളിച്ചല്ല ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കള് ജീവിച്ചിരിക്കുമ്പോ മക്കള് മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ, മാതാപിതാക്കള് ജീവിച്ചിരിക്കുമ്പോ മക്കള് മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ, ഏത് പിതാവിനാ സഹിക്കാൻ കഴിയുന്നത്? ഏത് ഉമ്മാക്കാ സഹിക്കാൻ കഴിയുന്നത്? പ്രിയപ്പെട്ടവരെ, തന്റെ പ്രിയപ്പെട്ട പൊന്നോമന മകൻ ഈ ലോകത്ത് നിന്ന് ഞാൻ അങ്ങ് വിട പറഞ്ഞു പോയാൽ, എന്റെ മയ്യത്ത് കുളിപ്പിക്കാനും, എന്നെ കഫൻ പൊതിയാനും, എന്റെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാനും, എന്നെ കബറിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ആ കബറിന്റെ ചാരത്ത് ചെന്ന് ദുആ ചെയ്യാനും, ആമീൻ പറയാനും എന്റെ പൊന്നുമോൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത ഉമ്മമാരാരാ? അങ്ങനെ ആഗ്രഹിക്കാത്ത ഉപ്പമാരാരാ? പ്രിയപ്പെട്ടവരെ, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ അല്ലാഹു മടക്കി വിളിച്ചെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ അല്ലാഹു കൊടുത്ത പരീക്ഷണമല്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കൊട്ടുകാട് നിന്ന് അബുദാബിയുടെ മണ്ണിലേക്ക്, മസ്കറ്റിന്റെ മണ്ണിലേക്ക്, സൗദി അറേബ്യയുടെ മണ്ണിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹയെ മറന്നു പോകല്ല ചെറുപ്പക്കാരാ. നാളെ മഹ്ശറയെ മറന്നു പോകല്ല ചെറുപ്പക്കാരാ. ആ പ്രിയപ്പെട്ട 25 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ നല്ല തഖ്വയുള്ള ചെറുപ്പക്കാരനായിരുന്നു, നമസ്കാരമുള്ള ചെറുപ്പക്കാരനായിരുന്നു, നല്ല ദീനുള്ള ചെറുപ്പക്കാരനായിരുന്നു. ആ ചെറുപ്പക്കാരന് കൊടുത്ത ഭാഗ്യം എന്തെന്നറിയോ? ആ പ്രിയപ്പെട്ട 25 വയസ്സുകാരന് കിട്ടിയ ഭാഗ്യം എന്തെന്നറിയോ? പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഉസ്താദുമാരുടെ ദുആയാ കിട്ടിപ്പോയത്. ആ വീട്ടിൽ 17 ദിവസങ്ങൾക്കകം എത്ര ഉസ്താദുമാരാ ദുആ ചെയ്തു പോയതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിദേശത്തേക്ക് കടന്നു പോകുമ്പോ അപകടങ്ങൾ എവിടെയും പതിയിരിപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അല്ലാഹയെ മറക്കല്ലേ, ദീനിനെ മറക്കല്ലേ, നമസ്കാരം മറക്കല്ലേ. അല്ലാഹുവേ, പടച്ചവനെ, എന്റെ അറബയുടെ പ്രിയപ്പെട്ട ഫൈസലിനെ പോലെയുള്ള ചെറുപ്പക്കാര് സംഘടിപ്പിക്കപ്പെട്ടതാണ്. അല്ലാഹുവേ, വിജയിപ്പിക്കണേ റബ്ബേ.